ഇതങ്ങനെ ഒരു കഥയല്ല കണ്ണായി. ഇത് നമ്മുടെ മത്തായിയുടെ കഥയാണ്. ഏത് നമ്മുടെ ഫ്രാൻസിസ് ഇലിയാമിന്റെ മോനാണ്? അതെ, ആ മത്തായിയുടെ കഥ. ഒരു ശരാശരി മലയാളിയെ പോലെ അമേരിക്ക എന്ന സ്വന്തരാജ്യത്തിലേക്ക് ചേക്കേറിയിട്ട് മത്തായി 9 വർഷം കഴിഞ്ഞു. ഈ കാലം കൊണ്ട് മത്തായി ഒരു അമേരിക്കക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് അവന്റെ കഥയാണ്. വളർച്ചകൾക്കിടയിലും അവന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും പറയാണെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയാൻ ഒരാളെ കിട്ടാതെ നടക്കുന്നവന് ഒരു ഓശാന ഞായറാഴ്ച കിണ്ണത്തപ്പം മുതൽ പുണ്യാളനെ കിട്ടി. നമ്മൾ പുണ്യാളന്മാരെ കണ്ടിരിക്കുന്നു കേട്ടാ. കഴിഞ്ഞ ദിവസം ചാലിനുള്ള ഭാര്യ മാറ്റം വന്നില്ല. ഓ, ഇത് അങ്ങനെ ഒരു പുണ്യാളനല്ലടാ, ശരിക്കും പുണ്യാളൻ. നീ കണ്ടു നോക്കും. എനിക്ക് നിങ്ങൾ ആദ്യം മനസ്സിലായി കേട്ടോ. കഞ്ചാവടിച്ച് ആരോ അവിടെ നിൽക്കാന്നല്ലേ ഞാൻ കരുതിയത്. എന്നാലും എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. കുന്നിച്ചിറ പള്ളിയിലെ പൊന്നിച്ച് കണ്ടാ കൊടുത്തേ. അതിപ്പോ നാട്ടിൽ ചൂടാണ്. 45 ഡിഗ്രിക്ക് മുകളിലാ പോയെ. പിന്നെ പട്ടി ചൊല്ലും. നാട്ടിലോ? അതേന്ന് ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഗൂഗിളാ പറഞ്ഞ നാട്ടിലത്തെ മഴയൊക്കെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പോ നിന്റെ ആ മലയാളത്തിലുള്ള ഉള്ളത് എന്റെ ഡാവേ എന്തുകൊണ്ടാണ് നിന്റെ പ്രശ്നം? പ്രശ്നം വെച്ചാ മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇപ്പം മൊത്തത്തിലേക്ക് പറഞ്ഞു കൊടുക്കണ്ടാ. എല്ലാം കൂടെ നമുക്ക് 10 മിനിറ്റാണ് കിട്ടിയത്. അതും ആ സെക്രട്ടറിയുടെ കയ്യിൽ കൽപ്പിച്ചിട്ട്. ആര്? ഇവിടെ പ്രമോദ? ആ കടിയന്നെ. നീ നിന്റെ വെരി ലോങ് സ്റ്റോറി ഗുമ്മനെന്ന് പറഞ്ഞു കിട്ടാ. അങ്ങനെ പറഞ്ഞ 10-25 സഭയൊക്കെ എഴുതി എഞ്ചിനീയറിംഗ് പാസ്സായി. 25 കുറവല്ല. 26. പിന്നെ TCS ജോലി ഒപ്പിച്ചു. അങ്ങനെ ഇങ്ങോട്ട് ചാടി, ഇവിടുന്ന് കമ്പനി ചാടി GC ഒക്കെ ഒപ്പിച്ചു. അങ്ങനെ ഇവിടെ വരെ എത്തി. ഇവിടെ വരെ എത്തിന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലട്ടോ നടന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഭാര്യ എന്റെ ഓൾക്കുട്ടി. അമേരിക്കൻ സിറ്റിസണായ 2 കിടാങ്ങള്. താമസിക്കാൻ ഒരു വീടെന്ന് വെച്ചാ സമാവേശ് പാർക്കിലെ ലേക്ക് സൈഡ് തിരിഞ്ഞിരിക്കണ വീട്. പിന്നെ കാറ്. ഇത് തമിഴൊക്കെ BMW 7 സീരീസ് സ്പോർട്ട് ട്രാക്ക്, ബ്ലാക്ക് കളറ്. പിന്നെ എന്തുകൊണ്ട് നിന്റെ പ്രശ്നം? KW പ്രസിഡന്റ് സ്ഥാനം കൊല്ലാണ്. നമ്മളെ കൊണ്ട് പറ്റില്ലട്ടാ. കുറച്ച് കൂടുതലാ. എന്നെ കൊണ്ടപ്പോൾ എനിക്ക് തോന്നില്ല കുറച്ച് കൂടുതലാണ്. അതല്ല പുണ്യാള, എന്റെ പ്രശ്നം കൊളസ്ട്രോളാ. ഈ കൊളസ്ട്രോളൊക്കെ ഇത്ര വലിയ പ്രശ്നമാണ്. കുട്ടിയൊക്കെണ്ടാ. ഇതൊരു ജാതി പ്രശ്നമാണ് പുണ്യാള. ഇങ്ങോട്ട് വരണേ ഭയങ്കര ഈസിയാ, ഇറങ്ങി പോവാനേ ഭയങ്കര കഷ്ടാ. ഇതെങ്ങോട്ട് നോക്കി ആകടി എടുത്ത് മൈക്ക് കൊടുത്ത പോലെ. പുണ്യാള് കേക്കണ. Once upon a time on a Saturday. എന്തൊക്കെ സാധനം പണ്ട് മാത്രമല്ലോ തേങ്ങോ നടന്നേ ഇംഗ്ലീഷ് പറ. ഞാന് ക്രിസ്മസിനെ കൊണ്ട് ട്രെയിനിങ്ങിൽ ക്രിസ്റ്റമറെ ഈ ട്രെയിനിങ്ങിലോട്ട് തിരിച്ച് വീട്ടിൽ വന്ന് വെറുതെ ഇരുന്ന് TV കാണുമായിരുന്നു. അതേ വരണം. ഹോസ്പിറ്റലിൽ പോയി ഡാൻസ് പ്രാക്ടീസും കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ഇത് കണ്ട കണ്ണു വിളിച്ച് നോക്ക്. ഞാൻ പറഞ്ഞല്ലേ വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന്. ബില്ല് കണ്ടപ്പോ അമ്മയ്ക്ക് മക്കൾക്ക് സമാധാനമായല്ലോ. എന്നാലും എന്നെ പോയി ഇത് എന്നാ വെള്ളം ഉപയോഗിക്കില്ല. നോക്ക് 350 രൂപ. എന്റെ മനുഷ്യ
അത് നിങ്ങളുടെ യൂട്ടിലിറ്റി ബില്ലല്ല, ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടാണ്. നോക്ക്, എവറിത്തിങ് കൂടുതലാണ്. കൊളസ്ട്രോളും ബിപിയും ഷുഗറും. അത് കൂടുതലാണ് വേണ്ടത്. അതെങ്ങനെയാ? നടക്കാൻ പോകും പറഞ്ഞാല് മഴയാന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരുന്നു. ആ ബിജുവിന്റെ കൂടെ ഒരു ദിവസം ബാഡ്മിന്റൺ കളിക്കാൻ പോകും. അത് കഴിഞ്ഞു. അത് പിന്നെ ഓഫ്ഷോർ പോകുന്നതുകൊണ്ടല്ലേ. എന്ത് പറഞ്ഞാലും റീസൺ. നിങ്ങൾ ആ ബീഫ് കിട്ടിയ നിർത്ത്. അതിലെന്നെ 50% പ്രഷർ കൂടും. ഇച്ചായി ഒരു 3 മാസം ഞാൻ പറഞ്ഞ ഡയറ്റ് ഫോളോ ചെയ്ത ആ ശീലയിൽ മൊത്തം മാറിയാണ്. വലിയത് കേൾക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ ജിമ്മിൽ പോയിട്ട് TV വാച്ച് ചെയ്ത് കാണട്ടെ. 10,000 സ്റ്റെപ്സ് കവർ ചെയ്ത് ഈ വീടിന്റെ ചുറ്റും ഞാൻ ഇട്ട് കൊടുക്കും. അതുപോലെ നെഞ്ച് ഫ്രീ ആണെങ്കിലും ഓഫീസ് കഴിക്കില്ല, ഞാൻ തന്നു വിട്ടോളാം. അത് പിന്നെ നിനക്ക് വെളുപ്പിന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ ഞാൻ ഓഫീസിൽ കഴിക്കണേ. ഇതിപ്പോ നീ ഉണ്ടാക്കണേ എനിക്കെന്താ പ്രശ്നം? ആഹാ, ഫുഡൊക്കെ ഉണ്ടടാ. പിന്നെന്താണ് പ്രശ്നം? ഫുഡാ? ഈ ഫുഡേ കുഞ്ഞൊന്നും കാണാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് മൾട്ടിഗ്രെയിൻ വീറ്റ് ബ്രെഡേ. ഹൈ, നമ്മുടെ കോഴ്സുകൾ കിട്ടും. ഫൈബർ കണ്ടിട്ടേ വളരെ കൂടുതലാ. റൊട്ടി അതാണല്ലേ. ഇതാണ് ലഞ്ച്. കിനുവേ എന്തുട്ടത്? ഏതോ ശാരി പറഞ്ഞ് ഇതാണ് എല്ലാവരും കഴിക്കണേ. കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവാ. കൊപ്രപ്പിണക്ക് ഇതിലും കഷ്ടേ. രാത്രി വേണതാ. സലാഡ്, ഷോപ്പിൽ കിട്ടണ പച്ചപ്പുല്ല് എല്ലാം ഉണ്ട്. പശുവിനേക്കാൾ ദയനീയമായ അവസ്ഥ. അപ്പൊ ബീഫ് കംപ്ലീറ്റ് കട്ടായിരടാ. നാട്ടിൽ ഇതൊക്കെ തിന്നോണ്ട് സ്ഥിതി തലയുടെ മുണ്ടിട ബീഫ് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ബീഫ് ഇത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ മത്തായി. ഐ, ബീഫ് ഇഷ്ടമില്ലാത്ത ക്രിസ്ത്യാനി ഉണ്ടോ കുഞ്ഞാടാ? ബീഫിനോടുള്ള ഇഷ്ടം തുടങ്ങണതേ പഴയ കഥയാ. നിനക്ക് കുറെ ഉണ്ടല്ലടാ ഈ പഴയ കഥ. പണ്ടേ പൗരോ ചായന്റെ കടയിൽ നിന്ന് കിട്ടണ നല്ല തുടർച്ചി അമ്മച്ചി തേങ്ങാപ്പാലിന് വറ്റിച്ച് ഒരു സ്റ്റൂ ഉണ്ടാക്കും. ഞായറാഴ്ചത്തെ 2ാം കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഒരു മണമുണ്ട്. നല്ല തേങ്ങാപ്പാലില് ബീഫ് വേറെ മണം. എന്റെ സാറേ, അതങ്ങടിച്ച പിന്നെ ചുറ്റിലും കാണാൻ പറ്റില്ല. ചട്ടിയിലുള്ള ബീഫ് മാത്രം. അപ്പൊ ബീഫ് നിനക്കൊരു വീക്ക്നെസ് ഉണ്ടടാ. ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? കൊളസ്ട്രോൾ ആണോ അത് ബീഫാണോ? രണ്ടും പ്രശ്നമില്ല. അതിപ്പോ നീ പണ്ട് പൗലോച്ചന്റെ കടയിൽ ഇങ്ങനെ ബീഫ് കൊണ്ടിരുന്നത് നടന്നിട്ട് എത്ര ദൂരം? 5-6 കിലോമീറ്റർ. ഇപ്പോ നീ എങ്ങനെ പോന്നെ? കാറില്. ഏത് നോക്കിടുന്ന BMW സ്പോർട്ട് ട്രാക്ക് ബ്ലാക്ക്? അതെടായിരുന്നു നിന്റെ പ്രോബ്ലം. നീ പണ്ടത്തെ പോലെ ഉഷാറായിടുന്ന ആർക്കും നീ ബീഫ് വാങ്ങിച്ചു നോക്കിയേ. നിന്റെ പ്രശ്നങ്ങളെല്ലാം ശരിയടാ. ട്രൂ സ്റ്റോറിയാണ്. അല്ല, പുണ്യാളിന് കൊളസ്ട്രോൾ ഉണ്ടാ? എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ലെന്ന് ചങ്ങായി. ഉണ്ടാവോ? ഏ ഏ സന്തോഷമായി. ഇതിന് പറ്റിയൊരു സാധനമുണ്ട്, കീമ. കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പം കഞ്ചാവ്